ഹലോ, അപ്പോൾ നമ്മുടെ ക്ഷേത്രവിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് കൃഷി പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ അമ്മയുടെ പച്ചക്കറിത്തോട്ടമാണ്, അടുക്കളത്തോട്ടം. അപ്പോൾ അത് വേലി വെച്ചേക്കുന്ന മൈലാഞ്ചി കൊണ്ടാണ് കേട്ടോ വേലി വെച്ചേക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ മൈലാഞ്ചി വേലി വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നിറയെ വെറ്റിലയാണ് കേട്ടോ പടർന്ന് കിടക്കുന്നത്. വെറ്റില അമ്മ ഒരു വള്ളി എവിടെന്നോ കൊണ്ടുവച്ച് ഇപ്പോൾ നിറയെ വെറ്റിലയായി. അതുപോലെ തന്നെ ഒരു വലിയ കറിവേപ്പുണ്ട്. അത് പെട്ടെന്നങ്ങ് വലുതായതാണ് കേട്ടോ. കുറച്ച് മുമ്പേ വെച്ചതാണെങ്കിലും അത് പെട്ടെന്നങ്ങ് വളർന്ന് ഒരുപാട് ഇലയൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പച്ചമുളകാണ്. പച്ചമുളക് തന്നെ 2 വെറൈറ്റി പച്ചമുളകുണ്ട്. പഴുത്ത മഞ്ഞ കളറിലിരിക്കുന്ന പച്ചമുളകും ഉണ്ട്. നമ്മളെ ഇവിടുത്തെ പോലെ പഴുത്ത ചുമപ്പ് നിറത്തിലുള്ള പച്ചമുളകും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് മുളക് കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ചെറുതാണ് സൈസ്, പക്ഷെ ശരിക്കും ഉണ്ട്. പിന്നെ അതുപോലെ ഉള്ളത് പുതിനാച്ചീരയാണ്. പുതിനാച്ചീര നമ്മളെവിടെ പില്ല് പിടിച്ചിരിക്കുന്ന പോലെയാണ് അവിടെ പുതിനാച്ചീര പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം പുതിനാച്ചീരയാണ്. അവിടെ മെയിനായിട്ട് ചമ്മന്തി അരയ്ക്കാനാണ് പുതിനാച്ചീര ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടോ, നമ്മൾ ആ മൈലാഞ്ചി വേലിയുടെ ഇടയിൽ വരെ എന്തിനാണ് ഈ പുതിന കയറി വളർന്ന് നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് മണിത്തക്കാളി അഥവാ തക്കാളിക്കീരയാണ് കേട്ടോ. അവിടുത്തെ തക്കാളിക്കീര ഇത് അൾസറിന് ബെസ്റ്റ് സാധനമാണ്. ഇതിൻ്റെ ഇലയും ചെറിയ കായും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ കത്തിരി ചെടിയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ സീസണിലെ കത്തിരി ചെടി തീർന്നു. അപ്പോൾ അമ്മ പുതിയതായിട്ട് നട്ടതാണ്. അപ്പോൾ ഇപ്പോൾ കായ്ച്ച് തുടങ്ങിയതേ ഉള്ളൂ. നല്ല നീല നല്ല നാടൻ കത്തിരിക്കയാണത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാവലാണ്. പാവൽ അമ്മ വിത്തിട്ട് മുളപ്പിച്ചതൊന്നുമല്ല, അത് തനിയെ വന്ന് കായ പിടിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ പാവലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകതയെന്ന് പറയുമ്പോഴത്തേക്കും ഇത് പച്ചമുളകിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അമ്മ ഒരു വളവും ചേർക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ